ഇൻഡോറിൽ വളർത്താൻ പറ്റിയ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിലും ബാൽക്കണിയിലൊക്കെ അധികം വെയിൽ കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് ഏത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് പറ്റുക എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരേ ഒരു ഉത്തരാണ് ആന്തൂറിയം. ഓർക്കിഡ് പോലെ തന്നെ പൂക്കൾ ഉണ്ടായാൽ ഒരുപാട് നാൾ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ആന്തൂറിയത്തിന്റെ പ്രത്യേകത. ആന്തൂറിയം നന്നായിട്ട് വളരാനും നിറയെ പൂക്കാനുമുള്ള കെയറും അതിന്റെ ഫെർട്ടിലൈസേഴ്സും എന്ത് പോട്ടി മിക്സ് കൊടുക്കണം എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഡയറക്റ്റ് വെയിലടിക്കാത്ത സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന നമ്മുടെ ഇൻഡോർ സ്പേസിലോ അല്ലെങ്കിൽ ബാൽക്കണി, സിറ്റ് ഔട്ട് പോലുള്ള സ്പേസിലോ ഒക്കെ തന്നെ നമുക്ക് വെക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എയറേഷൻ കൂടുതലുള്ള നന്നായി വേരോടുന്ന പോട്ടി മിക്സ് വേണം കൊടുക്കാനായിട്ട്. കോക്കോ ചിപ്സ്, കോക്കോ പീറ്റ്, പെർലൈറ്റ്, ചാർക്കോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് കൊടുത്താൽ മതിയാവും. ചകിരിച്ചോറ് മാത്രമായിട്ട് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു പോട്ടി മിക്സിൽ നന്നായി ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈർപ്പം ചെക്ക് ചെയ്തിട്ട് വേണം നനച്ചു കൊടുക്കാനായിട്ട്. നന ഓവർ ആയാൽ അതിന്റെ ഇലകളെല്ലാം മഞ്ഞച്ച് വേരുകളെല്ലാം ചീഞ്ഞത് കേടായി പോകും. നന്നായി വളരാനും പൂക്കാനും ഓർക്കിഡ്സിനൊക്കെ യൂസ് ചെയ്യുന്ന മിറാക്കിൾ ഗ്രോ, മിറാക്കിൾ മിക്സ് പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം. 3 to 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്തും ഒഴിച്ചും കൊടുക്കാം. ഈ വീക്ക് മിറാക്കിൾ ഗ്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആഴ്ച മിറാക്കിൾ മിക്സ് യൂസ് ചെയ്യാം. ഓരോ ആഴ്ചയിലും നമ്മൾ ഒരു തവണ ഫെർട്ടിലൈസ് ചെയ്താൽ നല്ലപോലെ വളരെയും പൂക്കുകയും ചെയ്യും. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഴ്സും മെഡിസിൻസും എല്ലാം തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് നഴ്സറിയിൽ വന്നോ വാങ്ങാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.